ഇമിഗ്രേഷൻ നയത്തിൽ ഒരു പ്രധാന മാറ്റം കൊണ്ടുവരാൻ ആലോചിക്കുന്നതായി ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലേബർ മാർക്കറ്റ് ഇംപാക്ട് അസസ്മെന്റുകൾക്കായുള്ള സ്ഥിരതാമസ അപേക്ഷകർക്ക് ബോണസ് പോയിന്റുകൾ നീക്കം ചെയ്യുക എന്ന കാര്യത്തെക്കുറിച്ചാണ് മാർക്ക് മില്ലർ തീരുമാനമെടുക്കുന്നത്. എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് കാനഡ പുറപ്പെടുവിച്ച LMIA രേഖയിൽ എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിന് കീഴിൽ നിലവിൽ 50 പോയിന്റും മാനേജ്മെന്റ് സ്ഥാനത്തിന് കീഴിലാണെങ്കിൽ 200 പോയിന്റും ആവശ്യമായിരുന്നു. മത്സരാധിഷ്ഠിത ഈ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ വർദ്ധിച്ചു വരുന്ന അപേക്ഷാ സാധ്യതകളെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇനി മാർക്ക് മില്ലർ പറഞ്ഞതുപോലെ LMIA പോയിന്റുകൾ അവസാനിപ്പിക്കുന്നതോടെ കാനഡയിൽ സ്ഥിരം താമസമാക്കാൻ ലക്ഷ്യമിടുന്നവർക്ക് തിരിച്ചടിയും ഒപ്പം തന്നെ നിയന്ത്രണങ്ങളുമാണ് വരാൻ പോകുന്നത്. പോയിന്റുകൾ വർദ്ധിപ്പിക്കുന്നതിന് 200 പോയിന്റ് LMIക്ക് ആവശ്യമാണ്. എന്നാൽ ഈ പോയിന്റുകൾ വിറ്റ പോയിന്റുകളുമായി അറിയപ്പെടുന്നില്ലെങ്കിലും വിൽക്കുന്നതിൽ 50 പോയിന്റ് LMIAക്കുള്ളതാണ്. കൂടാതെ ദി സ്റ്റാർ എഡിറ്റോറിയൽ ബോർഡുമായി മില്ലർ നടത്തിയ ഒരു ചർച്ചയിൽ അദ്ദേഹം LMIAകളുടെ ദുരുപയോഗത്തെക്കുറിച്ച് ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു. നിലവിലുള്ള കാനഡയിലെ സിസ്റ്റത്തെ ഇരുതല മൂർച്ചയുള്ള വാളെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതായത് നിലവിലെ ഓരോ നയങ്ങളും വിദേശീയരെയും സ്വദേശീയരെയും ഒരുപോലെ തന്നെ ബാധിക്കുന്നുണ്ട്. കൂടാതെ LMIക്ക് ഒരു മൂല്യമുണ്ടെന്നും പക്ഷേ അത് കരിഞ്ചന്തയിലോ ഗ്രേ മാർക്കറ്റിലോ വെച്ച് $70,000 ആക്കാൻ കഴിയില്ലെന്നും അത് നീക്കം ചെയ്യുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഈ സാഹചര്യത്തിൽ LMIA സിസ്റ്റത്തിൽ സൂക്ഷ്മ പരിശോധന ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് LMIA സിസ്റ്റത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നു എന്ന് നോക്കാം. കനേഡിയന്മാർക്ക് നികത്താൻ കഴിയാത്ത ജോലികൾക്കായി വിദേശ തൊഴിലാളികളെ നിയമിക്കേണ്ടതിന്റെ ആവശ്യകത പരിശോധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുമ്പോൾ LMIA സംവിധാനം വഞ്ചനയുടെ ഒരു പ്രധാന ലക്ഷ്യമായി കണ്ടെത്തിയിരുന്നു. അന്തർദേശീയ വിദ്യാർത്ഥികളുടെയും താൽക്കാലിക വിദേശ തൊഴിലാളികളെയും വെച്ച് തൊഴിലുടമകളും റിക്രൂട്ടർമാരും അമിത വിലയ്ക്ക് വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾ ചെയ്ത് ചൂഷണം ചെയ്യുന്നതായി പരിശോധനയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. കൂടാതെ ഈ നിയമവിരുദ്ധമായ സമ്പ്രദായം LMIA പ്രോഗ്രാമിന്റെ വിശ്വസ്തതയെ അപകടപ്പെടുത്തുകയും നിയമാനുസൃതമായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അതേസമയം ഇതൊരു സന്തുലിതാവസ്ഥയാണെന്നും മില്ലർ അഭിപ്രായപ്പെടുന്നുണ്ട്. സത്യസന്ധമായ LMIക്കുള്ള ആളുകളെ മുൻവിധികളോടെയല്ല പോയിന്റ് നീക്കം ചെയ്യാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതെന്നും ഇതിനെ ഗൗരവമായി പരിഗണിക്കുന്നുവെന്നും ആളുകൾ സുരക്ഷിതമാണെന്ന് താൻ കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു. കൂടാതെ വഞ്ചനപരമായ തൊഴിൽ ഓഫറുകൾ വ്യാപകമാണെന്ന് മില്ലർ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പരിമിതമായ തൊഴിൽ മേഖലകളിലെ മത്സര മുൻഗണനകളും നിർവഹണ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. LMIA തട്ടിപ്പിന് പിന്നിൽ സാമ്പത്തിക പ്രോത്സാഹനം നീക്കം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഉന്നയിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും അതിനായി ചില നീക്കങ്ങൾ ആരംഭിക്കാൻ പദ്ധതിയിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം അധിക പോയിന്റുകൾ ഒഴിവാക്കുന്നതിലൂടെ വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളുടെ അനധികൃത വ്യാപാരം തടയാനും കാനഡയുടെ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ സമഗ്രത പുനഃസ്ഥാപിക്കാനും ഒട്ടാവ ലക്ഷ്യമിടുന്നുണ്ട്. കൂടാതെ കാനഡ അതിന്റെ ഇമിഗ്രേഷൻ സമ്പ്രദായത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ മില്ലർ നിർദ്ദേശിച്ച മാറ്റങ്ങൾ അതിലോലമായ സന്തുലിത പ്രവർത്തനത്തെയാണ് പ്രതിഫലിക്കുന്നത്. LMIA പോയിന്റുകളുടെ സാധ്യത നീക്കം ചെയ്യുന്നത് യഥാർത്ഥ അപേക്ഷകർക്ക് നീതി നിലനിർത്തിക്കൊണ്ട് തന്നെ വഞ്ചനയെ നേരിടാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ്.